തൃശൂർ പൂരം ഇത്തവണ ഭംഗിയായി നടത്തുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി വരുന്നതായി ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് നടന്ന അവസാനഘട്ട അവലോകന യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പൂരവുമായി ബന്ധപ്പെട്ട് മുൻപെടുത്ത തീരുമാനങ്ങൾ ബലം കണ്ടു തുടങ്ങിയതായി മന്ത്രി പറഞ്ഞു. 4000 പോലീസുകാരെ സുരക്ഷയ്ക്കായി നിയോഗിക്കും. പൊതുഗതാഗതം ശക്തിപ്പെടുത്താൻ KSRTCയും റെയിൽവേയും സ്വകാര്യ ബസ് മേഖലയുമായി സഹകരിച്ച് പൂരത്തിനാവശ്യമായ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തും. KSRTCയുടെ ദീർഘദൂര സർവീസ് അടക്കം തൃശൂരിൽ നിന്ന് ആരംഭിക്കും. പൂരദിവസം അങ്കമാലി തൃശൂർ ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ദേശീയപാത പ്രതിനിധികളോട് ആവശ്യപ്പെടുമെന്ന് മന്ത്രി പറഞ്ഞു. KSRTC പൂരത്തിന്റെ അന്ന് ആദ്യം 50-ൽ പരം ഫാസ്റ്റ് പാസഞ്ചറുകളും ഈ ജില്ലയിൽ ഉൾപ്പെടെ ഓടാൻ നിരവധി ഓർഡിനറി സർവീസുകളും ഇപ്പോൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. KSRTCയുടെ സർവീസുകൾ, ദീർഘദൂര സർവീസുകൾ ഉൾപ്പെടെ ഇവിടുന്ന് തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന തീരുമാനങ്ങൾ ഇന്നത്തെ യോഗത്തിൽ എടുക്കുകയുണ്ടായി. അങ്ങനെപ്പെട്ട അങ്കമാലി തൃശൂർ റോഡ് 2-3 കേന്ദ്രങ്ങളിൽ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതുകൊണ്ട് വലിയ കാലതാമസം ഇപ്പം നേരിടുന്നുണ്ട്. അത് പൂര ദിവസം ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്ന് നിർത്തിവെച്ച് ഒപ്പം നമുക്കതിന് പ്രയാസം കൂടാതെ ട്രാഫിക് സംവിധാനം മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്ന് NHAയുടെ പ്രതിനിധികളുമായി സംസാരിക്കാൻ തീരുമാനിച്ചു. വെടിക്കെട്ട് കാണുന്നതിനു വേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ പോലീസ് നടപ്പിലാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. രാത്രി പൂരം കടന്നുപോയതിനു ശേഷമേ പോലീസ് വെടിക്കെട്ടിനുള്ള നിയന്ത്രണം കൊണ്ടുവരികയുള്ളൂ. ഇത്തവണ പത്തായപ്പുര മുതൽ കറണ്ട് ബുക്സ് വരെ സ്വരാജ് റൌണ്ടിൽ ഇറങ്ങി നിന്ന് വെടിക്കെട്ട് കാണാൻ സാധിക്കും. മന്ത്രി വ്യക്തമാക്കി. ആവശ്യത്തിനു വേണ്ട സ്ട്രക്ചറുകളും ആംബുലൻസുകളും തയ്യാറാക്കിയിട്ടുണ്ട്. DMOയുടെ സ്റ്റിക്കർ പതിച്ച ആംബുലൻസുകൾക്ക് മാത്രമേ പൂരനഗരിയിലേക്ക് പ്രവേശനം ഉണ്ടാവുകയുള്ളൂ എന്നും റവന്യൂ മന്ത്രി പറഞ്ഞു. ഇത്തവണ പത്തായപ്പുര മുതൽ കറണ്ട് ബുക്സ് വരെയുള്ള ദൂരം സ്വരാജ് റൗണ്ടിൽ ഇറങ്ങി നിന്ന് വെടിക്കെട്ട് കാണാൻ കഴിയുന്ന വിധത്തിലുള്ള തയ്യാറെടുപ്പ് നമ്മൾ നടത്തുന്നുണ്ട്. ഒരു 18,000 ആളെ വരെ അധികമായി നമുക്ക് കൊള്ളിക്കാൻ പറ്റും. ആവശ്യത്തിലേറെ കുടിവെള്ള സംവിധാനങ്ങളും ആവശ്യത്തിലേറെ സ്ട്രക്ചർ ആംബുലൻസ് സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കാര്യം നിർബന്ധമായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, DMOയുടെ സർട്ടിഫിക്കറ്റ് പതിച്ച ആംബുലൻസുകൾ മാത്രമേ നഗരത്തിൽ പ്രവേശിക്കാൻ പാടുള്ളൂ. വെടിക്കെട്ടുകളുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന ആശങ്കകളിൽ നിന്ന് മാറി വളരെ തളിർമയാർന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇവിടെ വന്നുപോകുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് പൂരം ആസ്വദിച്ചു പോകാൻ ഉതകുന്ന വിധത്തിലുള്ള സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് എന്നും മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. അങ്ങനെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഉൾപ്പെടെ നിലനിന്നിരുന്ന ഒരു അന്തരീക്ഷത്തിൽ നിന്ന് വളരെ തെളിമയാർന്ന പരസ്പരം എല്ലാവരും ധാരണയിൽ എത്തിച്ചേർന്നിട്ടുള്ള ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ വന്നു ചേരുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് പൂരം വളരെ കൃത്യമായ നിലയിൽ ആസ്വദിച്ച് പോകാൻ കഴിയുന്ന വിധത്തിലുള്ള പരസ്പര ധാരണ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലും ദേവസ്വങ്ങൾ തമ്മിലും ജില്ലാ ഭരണകൂടവും പോലീസും ഒക്കെയായിട്ട് ബന്ധപ്പെട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. മേയർ MK വർഗീസ്, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, കമ്മീഷണർ R ഇളങ്കോ, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ, പാർമേക്കാവ് തിരുവമ്പാടി ദേവസ്വം പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ.